നമസ്കാരം, ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം. ഭയഭക്തി ബഹുമാനം എന്നാണ്. അതൊരു എന്താ പറയുക, ഒരു മാറ്റ് ഫിലിമാണ്. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. ഒരു പെയിന്റിങ് പോലെയോ ഒരു മോഡേൺ ആർട്ട് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കേണ്ട ഒരു സിനിമയാണ്. അതിനെ നിങ്ങളുടെ വളരെ എന്റർടൈനിങ് ആയിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും. ഈ ചിത്രത്തെക്കുറിച്ച് സമ്മിശ്രമായ പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. ആ ചിത്രത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെഗ്മെന്റ്. I will take you to the miraculous universe of the most wanted person you are searching for. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ ദിലീപ് ചിത്രം വലിയൊരു സൂപ്പർ ഹിറ്റ് തന്നെ സമ്മാനിക്കുമെന്നാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ ദിന റിപ്പോർട്ടുകൾ. ദിലീപ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ദിലീപിന്റെ തിരിച്ചു വരുവാണ്. ഈ ചിത്രം ഇറങ്ങുമ്പോൾ തന്നെ ഈ ചിത്രത്തെ ബോധപൂർവം പരാജയപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച ഈ കഴിഞ്ഞ ദിവസത്തെ തിയേറ്റർ റിവ്യൂവിലും ഉണ്ടായിരുന്നു. ഈ ചിത്രം വളരെ മോശമാണ്, ഈ ചിത്രം നിലവാരം കുറഞ്ഞതാണ്, ഈ ചിത്രം കാണരുത് എന്ന തരത്തിലുള്ള റിവ്യൂസ്. അതിൽ പലതും പെയ്ഡ് റിവ്യൂസ് ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. എന്തിനാണ് ഒരു ചിത്രത്തെ ഇത്തരത്തിൽ തരം താഴ്ത്തി കാണിക്കുന്നത്? എന്തിനാണ് ഒരു ചിത്രത്തെ ഇങ്ങനെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, ഈ ചിത്രം റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിലെ വലിയ ഫെമിനിസ്റ്റുകൾ പറഞ്ഞു, ഒരു തരത്തിൽ നിങ്ങൾ ഈ ചിത്രം കാണരുത്, നിങ്ങൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന്റെ 7 അയലത്തേക്ക് പോകരുതെന്ന് വരെ ചില ഫെമിനിസ്റ്റുകൾ പറഞ്ഞു. ബോധപൂർവമോ അബോധപൂർവമോ എന്തിനു വേണ്ടിയാണെങ്കിലും ഈ ചിത്രത്തിന്റെ പേര് പോലും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഫെമിനിസ്റ്റുകളും മാധ്യമ പ്രവർത്തകരുമുണ്ട്. അങ്ങനെ ബോധപൂർവം ഈ സിനിമയെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ദിലീപ് എന്ന നടനെ തകർക്കാൻ, ഈ സിനിമയെ തകർക്കാൻ വളരെ നിരവധി പേർ പ്രവർത്തിച്ച ഒരു സിനിമയാണ്, ഒരു കൂട്ടായ്മയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അത് ഈ ചിത്രത്തിന് പിന്നിൽ ഉറപ്പായി നമുക്ക് കാണാൻ കഴിയും. പിന്നെ അറിയാണ്ട് മനസ്സിലോട്ട് കയറി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളോട് ഒരു ലോജിക്കും ഇല്ലാത്ത ജീവിതം തമിഴ് സിനിമയുടെ കുറെ ഗിമ്മിക്സ് ഇട്ടിട്ട് പിന്നെ കുറെ KGF-ന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്താ ചെയ്യാനാവും? അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കൈൻഡ് ഓഫ് പരിപാടി രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര പുള്ളി മാക്സിമം നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒത്തിട്ടില്ല. 2025 ഞാൻ കണ്ടത് വെച്ച് അപരാധം. ദിലീപേട്ടൻ നല്ല മാസമായിട്ടുണ്ട്, ഒരു കംബാക്ക് ഉണ്ട്, പക്ഷേ അത്ര പോരാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞ തിയേറ്ററുകളിലാണ് ഈ ചിത്രം ഓടിയത്. ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ക്രിസ്മസിലെയും ന്യൂ ഇയറിലെയും ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ചിത്രമാകും എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ദിലീപിനെ ഒരു പുത്തൻ ലുക്കിൽ, ദിലീപിന്റെ ഒരു പുതിയ പരിവേഷത്തിൽ കാണാനാകുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരെ ഏറ്റവും അധികം ഹരം കൊള്ളിക്കുന്നത്. ക്രിസ്മസിന് തൊട്ടു മുൻപ് ഇറങ്ങിയ ചിത്രം കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ പ്രേക്ഷക പ്രീതി നേടി, വലിയ റേറ്റിംഗ് നേടി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ക്രിസ്മസ് തൂക്കി, ന്യൂ ഇയർ പറയാൻ വാക്കുകളില്ല. അടിപൊളിയാണ്. ക്രിസ്മസ് തൂക്കിയല്ലേ, ഇനിയിപ്പോ വേറെ ഒരു പടം വന്നിട്ടും കാര്യമില്ല. ഈ ചിത്രത്തെ കുറിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങളുണ്ട്, റിവ്യൂസ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദിലീപ് ചിത്രങ്ങളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ ചിത്രങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വളരെ സീരിയസ് ചിത്രങ്ങളോ ആയിട്ടല്ല നിങ്ങൾ സമീപിക്കേണ്ടത്. ഇതൊരു മാസ് എന്റർടൈനർ ആണ്. ദിലീപിന്റെ ഒരു പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്.
അതായത് എങ്ങനെയാണോ നിങ്ങൾ CID മൂസയെ കണ്ടത്, എങ്ങനെയാണോ അതിന് സമാനമായ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടത്, അതുപോലെ തന്നെ പഞ്ചാബി ഹൗസിനെ നിങ്ങൾ കണ്ടത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ആർത്തുല്ലസിച്ച് ചിരിക്കാൻ, നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചിറങ്ങാൻ കിട്ടുന്ന തരത്തിലുള്ള ചില കണ്ടന്റുകളാണ് ചിത്രത്തിന്റെ പ്രത്യേകതകൾ. ചിത്രം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകൾ നൽകുന്നത് അതുപോലെ തന്നെയാണ്. ദിലീപിന്റെ ഒരു പഴയകാല തിരിച്ചുവരവ്, ഒരു 8 വർഷക്കാലത്തെ ഒരു ഇടവേള ദിലീപിനുണ്ട്. ഇടവേള എന്ന് വെച്ചാൽ ചില കേസുകളുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് പഴയ ഒരു ദിലീപ്, ഒരു 2016 കാലത്തെ അല്ലെങ്കിൽ 2017 കാലത്തെ ഒരു ദിലീപിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഈ ചിത്രം. അത്തരത്തിലുള്ള ഫാൻ റിവ്യൂസ്, അത്തരത്തിലുള്ള പ്രേക്ഷക റിവ്യൂസ് ആണ് ഈ ചിത്രത്തെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ക മാസമാണ്, പ്ലസ് ഒരു പോപ്കോൺ വാങ്ങി എൻജോയ് ചെയ്ത് കണ്ട് ഇറങ്ങി പോരാ. ക്ലൈമാക്സ് ഒക്കെ പുള്ളി തന്നെയാണ് പറയാനുള്ള. എല്ലാരും പടം കയറി കാണുന്നത്, കണ്ടില്ലെങ്കിൽ വേറൊന്നും പറയാനില്ല. മാസ് ഒരാളാണെങ്കിൽ മറ്റേ മരണമാസാണ്. പടം ത്രൂ ഔട്ട് എന്റർടൈൻമെന്റ് ആണ്. ഒന്നും പറയില്ല, വന്ന് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പടം കാണാൻ നോക്ക്. കിടിലം പടം, അല്ലെങ്കിൽ കാണാത്തവരുടെ നഷ്ടമായിരിക്കും. പടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പടം. സിനിമ ഇങ്ങനെ ചെയ്യണം. പടം അടിപൊളി. 2.5 മണിക്കൂർ നമുക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ വന്ന് കണ്ടാൽ മതി, അല്ലേ പറ്റുന്നില്ല. തൊണ്ടൊക്കെ അടിച്ചു പോയി. അടിപൊളി പടം, മസ്റ്റ് വാച്ച് ആണ്. മോഹൻലാലും ദിലീപൊക്കെ സെറ്റ് തൂക്കും ഉറപ്പായിട്ട്. ഇത് നല്ല ഹിറ്റാണ്. പടം ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ദിലീപ് കൊണ്ടുപോയി, സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ കൊണ്ടുപോയി. ദിലീപിന്റെ തിരിച്ചു വരവ് പടം ഗംഭീരം. അഴിഞ്ഞാട്ടം തന്നെ. ലാലേട്ടന്റെ കിടന്ന ഡാൻസ് അടിപൊളിയില്ല. പടം ഗംഭീരം, കിട്ടില്ല പടം. ലാലേട്ടൻ വന്ന് തൂക്കി. ദിലീപിന്റെ തിരിച്ചറിവാണ് എല്ലാവർക്കും അണ്ണാക്കി ഒരു കൊടുത്തിട്ടുണ്ട് ദിലീപ്. അടിപൊളിയാ. അടിപൊളിയാണ്, എന്തായാലും ഒരു രക്ഷയില്ല. നല്ല ഹൗസ്ഫുൾ ആയിരുന്നു. മോഹൻലാലിന്റെ ദിലീപിന്റെ അടിപൊളി അഴിഞ്ഞാട്ടാണ്. ലാലേട്ടൻ ദിലീപിന്റെ സൂപ്പർ ആയിട്ടുണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ച്. കോമഡി മാസ് എല്ലാം ഉണ്ട്. പഴയ ദിലീപിന്റെ അടിപൊളി. പിന്നെ പഴയ ആ ഒരു ദിലീപ്, പണ്ടത്തെ ആ ഒരു ദിലീപിന്റെ ആ ഒരു വൈബൊക്കെ ഉണ്ട്, ആ ഒരു എനർജിയൊക്കെ ഉണ്ട്. സാധാരണ സിനിമകൾ നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോഴേ നമുക്ക് ബോറടി. ഇത്ര റെഫറൻസ് നമുക്ക് ബോറടിയില്ല. ഈ നമ്മള് ദിലീപിന്റെ പടങ്ങൾ ബഹിഷ്കരിക്കണം എന്നുള്ള ഒരു ടീം ഇറങ്ങിയില്ലേ, അവരൊക്കെ ഇന്ന് മാളത്തിൽ കയറി വിളിക്കും. കാര്യം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സീസൺ മൊത്തത്തിൽ റാഞ്ചി കൊണ്ടാവും. ക്രിസ്മസ് മൊത്തത്തിൽ റാഞ്ചി. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. 2.5 മണിക്കൂർ സെറ്റ് സാധനം. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറയട്ടെ, അത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടമാണ്. ഒന്നുമില്ല ഒരു കുറ്റവും പറയാനായിട്ട്. സത്യത്തിൽ മോഹൻലാൽ ദിലീപ് കോമ്പിനേഷന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു ഗസ്റ്റ് റോളിൽ മാത്രം എത്തുന്ന മോഹൻലാൽ രണ്ടാം ഭാഗത്തിൽ മുഴുനീളമായി ഈ ചിത്രത്തെ കയ്യിലെടുക്കുന്നത് നമുക്ക് കാണാം. ഓരോ സീനുകളിലും മോഹൻലാലും ദിലീപുമായിട്ടുള്ള കോമ്പിനേഷൻ, 2 നടന്മാർ ഇഴുകിച്ചേർന്നുള്ള അഭിനയം, അക്ഷരാർത്ഥത്തിൽ രണ്ടാം ഭാഗം ഈ ചിത്രത്തെ അങ്ങൊരു മാസ് എന്റർടൈനർ ആക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മോഹൻലാൽ, ബൈജു സന്തോഷ്, അങ്ങനെ വേണ്ട ഒരു വലിയ താരനിര തന്നെയുണ്ട്. നവാഗതർ മുതൽ പഴയകാല നടന്മാർ വരെയുണ്ട്. ഇവരുടെ എല്ലാം ഒരു കോമ്പിനേഷൻ സീൻസ്, അത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആണ്. വിനീത് ശ്രീനിവാസൻ ഒരു വ്യത്യസ്തമായ റോളിലെത്തുന്നു. വിനീതിന്റെ ഈ കഥാപാത്രം വളരെ ആകർഷകമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ദിലീപിന്റെ ഒരു തിരിച്ചു വരവ് എന്ന് ഈ ചിത്രത്തെ കുറിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ദിലീപ് വീണ്ടും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇടിച്ചു കയറി വരികയാണ്. ഒരു കാലത്ത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ദിലീപ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നു. ഒരു പഴയ ദിലീപിനെ മലയാളി പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററിനെ പൂരപ്പറപ്പാക്കിയ, തിയേറ്ററിനെ ഹർഷാരവത്തോടുകൂടി തിയേറ്ററിനെ വലിയ ഒരു മുഴക്കത്തിലേക്ക് എത്തിയ ആ പ്രേക്ഷകരിൽ നിന്ന് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു വലിയ സൂപ്പർ ഹിറ്റ് ആകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ക്രിസ്മസ് കാലത്തെ, ഈ ന്യൂ ഇയർ കാലത്തെ ഒരു മാസ് എന്റർടൈനറായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വീണ്ടും സന്ധിക്കവരേക്കും